ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം, സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് പെരുന്തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗ്രഹനാഥൻ മരിച്ചു.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ടം ഏരിയ സമ്മേളനം നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലെ അർബുദ പരിശോധനയാണ് നടന്നത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഫെബ്രുവരി 4 മുതൽ വനിതാ ദിനമായ മാർച്ച് 8 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായാണ് സ്ക്രീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ ആദ്യഘട്ട ക്യാമ്പയിൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. 30 വയസ്സിന് മുകളിൽ പ്രായമായ സ്ത്രീകളെ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. സ്ത്രീകളിലെ ക്യാൻസർ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്തനാർബുദം, ഗർഭാശയ ഗള അർബുദം എന്നിവയെപ്പറ്റി സമൂഹത്തിൽ അവബോധം വർദ്ധിപ്പിക്കുക, വിവിധ തരം ക്യാൻസറുകൾ സംബന്ധിച്ച് സമൂഹത്തിലുള്ള മിഥ്യാധാരണകൾ, ഭീതി എന്നിവ അകറ്റുക, അർബുദം പരമാവധി നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുക, അതുവഴി ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഫെബ്രുവരി 4 ഉദ്ഘാടനം ചെയ്ത് മാർച്ച് 8 വനിതാ ദിനം വരെ ഉള്ള ദിവസങ്ങളിൽ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മളിപ്പം KP കോളനി പ്രാഥമികാരോഗ്യത്തിൻ്റെ നേതൃത്വത്തിൽ തൊടുപുഴ സ്മിത നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസ് അറേഞ്ച് ചെയ്ത് തൊടുപുഴ സ്മിത ആശുപത്രിയുമായി ചേർന്നിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ സ്ക്രീനിങ് നടത്തുന്നത്. 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ സ്ത്രീകളെയും ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ രോഗമുള്ളവരെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ച് ആ ഒരു പ്രയാസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. വനിതാ ദിനം വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലയിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും പഞ്ചായത്തുകളിലും ക്യാമ്പയിൻ അവസാന ഘട്ടത്തിലാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി നെടുങ്കണ്ടത്ത് പെരുന്തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു. നെടുങ്കണ്ടം ആട്ടുപാറ സ്വദേശി സുബ്രഹ്മണിയാണ് ഇന്ന് രാവിലെ 4 മണിയോടുകൂടി മരിച്ചത്. ഈ മാസം 1-നായിരുന്നു സുബ്രഹ്മണിക്ക് പെരുന്തേനീച്ചകളുടെ കുത്തേറ്റത്. കൃഷിയിടത്തിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതിനായി പോയപ്പോൾ ഈച്ച ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായ കുത്തേറ്റ സുബ്രഹ്മണി ബോധരഹിതനായി നിലത്ത് വീണു. ഇദ്ദേഹത്തെ രക്ഷിക്കുവാനായി പോയ മറ്റ് 4 പേർക്കും കുത്തേറ്റിരുന്നു. പ്രാഥമിക ചികിത്സയോടെ ഇവരുടെ നില പൂർവ്വസ്ഥിതിയിലായി. എന്നാൽ ഗുരുതരമായി കുത്തേറ്റ സുബ്രഹ്മണിയെ ആദ്യം നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തമിഴ്നാട്ടിലെ വിവിധ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 4 മണിയോടുകൂടി അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ടം ഏരിയ സമ്മേളനം നടന്നു. കെ മാനുക്കുട്ടൻ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ ട്രഷറർ TK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി ടൈലർ ടച്ച് TLD സംരംഭത്തിന്റെ പ്രദർശനവും നടന്നു. 25ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നത്. പരിശീലനം, ഉൽപാദനം, വിപണനം, ക്ഷേമം എന്നീ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി ആരംഭിച്ച TLT സംരംഭത്തിലൂടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 100 കണക്കിന് കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇതിലൂടെ അംഗങ്ങളുടെ ക്ഷേമം എന്ന ആശയം നടപ്പിലാക്കുവാൻ സാധിച്ചുവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് TK സുനിൽകുമാർ പറഞ്ഞു. നമ്മുടെ 3 ലക്ഷം വരുന്ന തൊഴിലാളികൾക്ക്, നമുക്ക് 3 ലക്ഷം വരുന്ന കുടുംബങ്ങൾക്ക് നമ്മൾ ചികിത്സാ ധനസഹായമായിട്ടും മരണഫണ്ടായിട്ടും വിദ്യാഭ്യാസ ആനുകൂല്യമായിട്ടും അങ്ങനെ കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികൾ, വൃക്ക രോഗികൾ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് ഏഷ്യയിൽ തന്നെ മാതൃകാപരമായിട്ട് സംഘടനയായി മാറുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞതോടൊപ്പം തന്നെയാണ് 2020 നമ്മൾ തീരുമാനിച്ചു, നമ്മുടെ തൊഴിലാളികൾ സ്വയാർജിതമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മനുഷ്യനെന്ന് ഏറ്റവും അത്യാവശ്യമായി മാറിയിട്ടുള്ള വസ്ത്രം, ആഹാരമില്ലേ പോലും 2 ദിവസം പട്ടിണി കിടക്കാം, എന്നാൽ വസ്ത്രമില്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ട്രെയിലർ ടച്ച് വസ്ത്രങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. ഏരിയ പ്രസിഡന്റ് ഇന്ദിര ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഏരിയ സെക്രട്ടറി മോളി തോമസ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ സോളി VA വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. നിരവധി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വോളിബോളിന്റെ ലഹരിയിൽ മുങ്ങി സാൻജോ വോളിബോൾ ടൂർണമെന്റിന് തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ടീമുകൾ എത്തും. ഫാദർ എബിന്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്ന ടൂർണമെന്റ് രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. CST സഭ വൈദികനായ ജോസ് ഗിരി കുഴിമുള്ളിൽ ഫാദർ എബിന്റെ സ്മരണയ്ക്കായി മുല്ലക്കാനം സാൻജോ കോളേജ്
ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഫാദർ എബിൻ മെമ്മോറിയൽ സാൻജോ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരം നാളെ സമാപിക്കും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി താരങ്ങളടക്കമുള്ള മികച്ച ടീമുകളാണ് മത്സരങ്ങളിൽ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി പങ്കെടുക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 4-ന് പ്രാദേശിക ടീമുകളുടെ മത്സരത്തോടെയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. ഒന്നാം സമ്മാനമായി 30,001 രൂപ ക്യാഷ് അവാർഡും ഫാദർ എബിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും, രണ്ടാം സമ്മാനമായി 25,001 രൂപ ക്യാഷ് അവാർഡും സാൻജോ എവറോളിംഗ് ട്രോഫിയും സമ്മാനിക്കും. 20 ഏക്കർ വോളി ക്ലബ്, ഇടുക്കി സ്ട്രൈക്കേഴ്സ് പണിക്കൻകുടി, നവജീവൻ ചേറ്റുകുഴി, ലിസ കോളേജ് കോഴിക്കോട് എന്നീ ടീമുകളാണ് ഇന്നലെ മത്സരിച്ചത്. മത്സരത്തിൽ കോഴിക്കോട് ലിസ കോളേജ് ടീം ഫൈനലിൽ കടന്നു. ഇന്ന് ആർസൻ അമേരിക്ക, BCC സിറ്റി ക്ലബ്, വൈസന്മാലി, സ്കാർഫേസ് സ്പോർട്സ് ക്ലബ് കട്ടപ്പന, തൊടുപുഴ സിക്സസ് എന്നീ ടീമുകൾ മത്സരിക്കും. നല്ലൊരു മത്സരം ആരംഭിക്കാം. ഇന്നലെ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളിങ്ങനെയുള്ള കായിക മത്സരങ്ങളിലോട്ട് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇത് എബിൻ അച്ഛൻ്റെ മെമ്മോറിയൽ ഇതിനു വേണ്ടിയിട്ട് നടത്തുന്നതാണ്. 3 വർഷമായി തുടർച്ചയായി തന്നെ നമ്മൾ ഈ വോളിബോൾ ടൂർണമെൻറ്റ് നടത്തി വരികയാണ്. വരും വർഷങ്ങളിലും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫാദർ ജോർജ് ചേപ്പില അധ്യക്ഷത വഹിച്ചു. രാജാക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ വി വിനോദ് കുമാർ കളിക്കാരെ പരിചയപ്പെടുത്തി. വൈസന്മാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ സർവീസ് ചെയ്ത് മത്സരം ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോബിൻ പോണാട്ടുകുന്നേൽ സ്വാഗതവും കൺവീനർ ബോസ് തകിടിയൽ നന്ദിയും അർപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി അനുസ്മരണം നടത്തി. കോർഡിനേറ്റർ സിബി പൊട്ടംപ്ലാക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. നാളെ ഫൈനലിന് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ ജിജോ ജെയിംസ് ഇണ്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു, ബ്ലോക്ക് മെമ്പർ കിങ്ങിണി രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി പാലക്കാട്ട്, MS സതി, പുഷ്പലത സോമൻ എന്നിവർ പ്രസംഗിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് നാളെ രാജാക്കാട്ട് സ്വീകരണം നൽകും. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കുമെതിരെയും മയക്കുമരുന്ന് ലോബികളുടെ വിളയാട്ടത്തിനെതിരെയും മഹിളാ കോൺഗ്രസ് അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന കേരള സാഹസ് യാത്രയ്ക്ക് ഇന്ന് രാജാക്കാട് ടൗണിൽ സ്വീകരണം നൽകും. രാവിലെ 10-ന് രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന കേരള സാഹസ് യാത്രയ്ക്ക് രാജാക്കാട് ടൗണിൽ ഒരു ഗംഭീര സ്വീകരണം നൽകുന്നുണ്ട്. മാർച്ച് 8 രാവിലെ 10 മണിക്ക് അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്യുന്ന ഈ പരിപാടി മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് മിനി സാബു, ബ്ലോക്ക് ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, മറ്റ് നേതാക്കന്മാർ, മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മണ്ഡലം പ്രസിഡന്റ് സിനി മൂലംകുഴി അധ്യക്ഷത വഹിക്കും. ജില്ലാ പ്രസിഡന്റ് മിനി സാബു, ജില്ലാ സെക്രട്ടറി മിനി ബേബി, മണ്ഡലം ഭാരവാഹികളായ കിങ്ങിണി രാജേന്ദ്രൻ, ഓമന ബാബുലാൽ, റെജീന ടെൽസൺ, പുഷ്പലത സോമൻ, വത്സ കുട്ടപ്പൻ, കോൺഗ്രസ് ഭാരവാഹികളായ R ബാലൻപിള്ള, MP ജോസ്, ജോഷി കന്യാക്കുഴി എന്നിവർ നേതൃത്വം നൽകും. സിറ്റി വിഷൻ, രാജാക്കാട്. റമദാൻ നോമ്പ് തുടങ്ങിയതോടെ ഈന്തപ്പഴ വിപണി ഉണർന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലയിൽ ചെറിയ തോതിൽ വർധനവുണ്ട്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ ഈന്തപ്പഴം എത്തിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കാണ് മിക്ക കടകളിലും അനുഭവപ്പെടുന്നത്. പ്രധാനമായും അറബ് രാജ്യങ്ങളായ സൗദി, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഈന്തപ്പഴം എത്തുന്നത്.
നിലവിൽ ചിലയിടങ്ങളിൽ സ്റ്റോക്ക് കുറവാണെങ്കിലും ഒരാഴ്ചയ്ക്കകം കൂടുതൽ ഈന്തപ്പഴം വിപണിയിലേക്ക് എത്തുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. റംസാൻ സമയത്ത് ഈന്തപ്പഴങ്ങൾക്ക് കിലോയ്ക്ക് 100 രൂപ വരെ വർധനവ് ഉണ്ടാകാറുണ്ടെന്നും അവർ പറഞ്ഞു. ഏതാണ്ട് 400ഓളം വ്യത്യസ്ത തരത്തിലുള്ള ഈന്തപ്പഴങ്ങളുണ്ട്. ഇതിൽ 20ഓളം ഇനങ്ങളാണ് ജില്ലയിൽ സുലഭമായി ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ വില ജോർദാനിൽ നിന്നെത്തുന്ന മജ്ദൂളിനാണ്. കിലോയ്ക്ക് 1300 രൂപയാണ് വില. സൗദിയിൽ നിന്നെത്തിക്കുന്ന മബ്രൂമിന് കിലോയ്ക്ക് 980 രൂപ. ഇറാനിൽ നിന്നുള്ള മുസാഫാത്തിക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് കച്ചവടക്കാർ പറഞ്ഞു. ഇതിന് 200 രൂപ മുതലാണ് വില. സൗദിയിൽ നിന്നെത്തുന്ന ഹമൂർ, ശുക്രി, അജ്വ, തവായി എന്നിവ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നവയാണ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നത് ബരാരിയാണ്. കിലോ 100 രൂപ. നമ്മൾ ഈ റംദാനോടനുബന്ധിച്ച് ഈന്തപ്പഴം, അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ സമൂസ ഷീറ്റ്, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, അങ്ങനെ ഈ വർഷം എല്ലാ വർഷത്തെയും പോലെ തന്നെ ആവശ്യക്കാരേറെയാണ്. പ്രത്യേകിച്ച് ഈന്തപ്പഴങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ പലവിധം ഈന്തപ്പഴങ്ങൾ കരുതിയിട്ടുണ്ട്. ഈന്തപ്പഴത്തിന് പുറമെ കാലിഫോർണിയ, കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന അക്രോട്ടിനും അഫ്ഗാനിസ്ഥാൻ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന ആപ്രിക്കോട്ടിനും ആവശ്യക്കാർ ഏറെയാണ്. പലയിടത്തും നിലവിലെ സ്റ്റോക്ക് 3/4 ഭാഗം കഴിഞ്ഞ സ്ഥിതിയാണ്. ഇനി പുതിയ സ്റ്റോക്ക് ലഭ്യമാകണമെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി പുനരാരംഭിക്കണം. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്.
ഇടുക്കിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിനിയോഗത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ ഈ നാട്ടിലെ വികസന പദ്ധതികളുടെ പരാജയത്തിന് കാരണമാകും. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ ജനപ്രതിനിധികൾ തങ്ങളുടെ വീഴ്ചകൾ സമ്മതിച്ചുകൊണ്ട് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ആവശ്യപ്പെട്ടു. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കാനായിട്ട് ഒരു മാസത്തിൽ താഴെ സമയം ബാക്കി നിൽക്കുമ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജില്ലയിൽ ചിലവഴിച്ച എമൗണ്ട് എന്ന് പറയുന്നത് 40% അടുത്ത് മാത്രമാണ്. 40.45% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് ചിലവഴിച്ചത് വെറും 36.71% ഫണ്ട് മാത്രമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ചിലവഴിച്ചിട്ടുള്ളത് 37.34%. 2 നഗരസഭകൾ കൂടി ചേർന്ന് ചിലവഴിച്ചിട്ടുള്ളത് അനുവദിച്ചിട്ടുള്ള എമൗണ്ടിൻ്റെ 38.78%. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 42.17% ആണ് കുറച്ചാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചിലവഴിക്കേണ്ട ഫണ്ട് യഥാസമയം കാര്യക്ഷമമായിട്ട് ചിലവഴിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് ജില്ലയെ പുറകോട്ടടിക്കുകയാണ്. ജില്ലയിലെ വികസന പദ്ധതികൾ നടപ്പിലാകാതെ പോവുകയാണ്. ഈ അനുവദിക്കപ്പെട്ട ഫണ്ട് ഉപയോഗിക്കാതെ പോകുമ്പോൾ ബാലൻസ് നിൽക്കുന്ന ഫണ്ട് കുറച്ചാണ് അടുത്ത ഫണ്ട് സർക്കാർ അനുവദിക്കാൻ പോകുന്നത്. ഇത് ജില്ലയോടുള്ള വെല്ലുവിളിയാണ്. ഈ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഭരിക്കുന്ന ആൾക്കാർ കാണിക്കുന്ന അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് കൃത്യമായിട്ട് ഈ ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടാതെ പോകുന്നത്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ മന്നാക്കുടി പ്രദേശവാസികളുടെ വർഷങ്ങളുടെ ആവശ്യത്തിന് സഫലീകരണമായി പുതുക്കിപ്പണിത കമ്മ്യൂണിറ്റി ഹാൾ തുറന്നു നൽകി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത്. മന്നാക്കുടിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്തു. ഇടുങ്ങിയ മുറിയിൽ പ്രവർത്തിച്ച കമ്മ്യൂണിറ്റി ഹാൾ പുതുക്കി പണിയണമെന്ന് മേഖലയിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന S. മോഹനൻ മുൻകൈയെടുത്താണ് ആവശ്യമായ പ്രവർത്തനങ്ങൾ പ്രാരംഭഘട്ടത്തിൽ നടത്തിയത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പാമ്പാടുംപാറ ഡിവിഷൻ മെമ്പറുമായ ജിജി കെ ഫിലിപ്പ് പ്രദേശവാസികളുടെ ആവശ്യം കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനത്തിന് വീണ്ടും സ്ഥലപരിമിതി പ്രതിസന്ധിയായി. ഇതോടെ S. മോഹനന്റെ നേതൃത്വത്തിൽ സമീപവാസിയായ മുനിയമ്മയെ സമീപിക്കുകയും ഇവർ സൗജന്യമായി നൽകിയ 3 സെന്റ് ഭൂമി കൂടി ഉൾപ്പെടുത്തി കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കൂറ്റ്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജിജി കെ ഫിലിപ്പ്, ഭൂമി നൽകിയ മുനിയമ്മ എന്നിവർ ചേർന്നാണ് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചത്. 1 കോടി രൂപയോളമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു അല്ലേ ജോമറ്റേ? അത് കഴിഞ്ഞു. ഇതെല്ലാം ഇവിടെ തന്നെ ചിലവാക്കുക. നിങ്ങൾ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചിലവാക്കുന്നത്. അപ്പോൾ സർക്കാരും ത്രിതല പഞ്ചായത്തുകളും എത്ര കാര്യമായിട്ടാണ് നിങ്ങളെ കരുതിയിരിക്കുന്നതെന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന് മേളിലേക്ക് പണിയാം, അടുത്ത സ്ഥലമുണ്ടെങ്കിൽ വേറെ കെട്ടിടങ്ങൾ പണിയാം. അതുപോലെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടെ വെള്ളം ഒഴുകുന്നത്. പല വീടുകളിലേക്കുമാണ് അത് ചെല്ലുന്നത്. അത് തന്നെ കഴിഞ്ഞ നമ്മൾ കൂടിയപ്പം തീരുമാനിച്ചു ഈ 1 കോടിയിൽ നിന്ന് കുറേ പണം എടുത്ത് അവിടെ നല്ലൊരു ഓട നിർമ്മിക്കുകയാണ്. അത് പഞ്ചായത്തിൻ്റെ അനുവാദം കിട്ടിയാൽ പഞ്ചായത്തിൻ്റെ അനുവാദം എപ്പോഴും തന്നു കഴിഞ്ഞു. ജിജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ടായിരിക്കുന്ന സമയത്ത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ ഡിവിഷൻ കൂടി ആയതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് അവർക്കൊന്ന് ഒത്തുകൂടാൻ, അവർക്ക് അവരുടെ വൈകുന്നേരങ്ങളിൽ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഒന്ന് സമ്മേളിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിനോ ആവശ്യമായ സൗകര്യമില്ല. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു കമ്മ്യൂണിറ്റി ഹാള് നിർമ്മിക്കുന്നതിന് ഫണ്ട് അദ്ദേഹം ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ ഇനത്തിലാണ് 15 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന് നീക്കിവെച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരിത രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S. മോഹനൻ, CDS ചെയർപേഴ്സൺ മോളമ്മ സുരേന്ദ്രൻ, ചെയർമാൻ രാജു ഗോപാലൻ, കൺവീനർ CM സുരേഷ്, എസ്ട്രി പ്രമോട്ടർ ജോമിറ്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.
ബിസിനസ് തകർന്ന കടക്കണിയിലായ കുടുംബത്തിന് ഇരുട്ടടിയായി ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. ഇതോടുകൂടി 93 വയസ്സുള്ള അമ്മയെയും ഭിന്നശേഷിക്കാരനായ മകനെയും ഭാര്യയെയും മറ്റൊരു കുട്ടിയുമായി പെരുവഴിയിൽ ഇറങ്ങുവാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ് രാമക്കൽമേട് സ്വദേശി സാബുവും കുടുംബവും. ജപ്തി നടപടികൾക്ക് ശേഷം അമ്മയെ ഷെൽട്ടർ ഹോമിലും ഭിന്നശേഷിക്കാരനായ മകനെ അനാഥ മന്ദിരത്തിലും തള്ളുമെന്ന് ബാങ്ക് മാനേജർ ഭീഷണിപ്പെടുത്തിയതായും കുടുംബം പറയുന്നു. രാമക്കൽമേട് ചെരുവിൽ സാബു വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് തുടങ്ങുവാൻ കേരള ബാങ്കിൽ നിന്നും 7 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. 5 ലക്ഷത്തോളം രൂപ പലിശ ഇനത്തിൽ അടച്ചു. പക്ഷെ പിന്നീട് പ്രതീക്ഷിച്ച രീതിയിൽ ബിസിനസ് മുന്നോട്ടു പോയില്ല. ബിസിനസ് തകർന്നതോടെ വിവിധയിടങ്ങളിൽ നിന്നും ഇദ്ദേഹം പലിശയ്ക്കും പണം വാങ്ങി. എങ്കിലും ബിസിനസ് കരകയറുവാൻ പറ്റാതെ വന്നതോടെ തന്റെ ഉടമസ്ഥതയിലുള്ള 76 സെന്റ് സ്ഥലം വിൽപ്പന നടത്തി. കടം വീട്ടുവാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതരെത്തി ജപ്തി ഭീഷണി മുഴക്കിയത്. 35 ലക്ഷം രൂപയിലധികം കൂട്ടുപലിശയും ചേർത്ത് ഇപ്പോൾ ഇയാൾ ബാങ്കിൽ ബാധിതക്കാരനാണ്. ഇതിനിടയിൽ ജപ്തി നോട്ടീസും ലഭിച്ചു. ഇതിനെ തുടർന്ന് പണമടയ്ക്കുവാൻ സാവകാശം ചോദിക്കുവാനെത്തിയ സാബുവിന്റെ അമ്മയെ ഷെൽട്ടർ ഹോമിൽ വിടുമെന്നും ഭിന്നശേഷിക്കാരനായ മകനെ അനാഥ മന്ദിരത്തിലാക്കുമെന്നും ബാങ്ക് മാനേജർ പറഞ്ഞതായാണ് കുടുംബം പറയുന്നത്. ഞങ്ങളുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബാങ്ക് ഈ സ്ഥലവും വീടും കൂടെ ജപ്തി ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ജപ്തി ചെയ്യാനായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ സ്ഥലം വിൽക്കാനുള്ള ശ്രമത്തിലിരിക്കുകയാണ്. അതിനോട് ഭാഗമായിട്ട് കുറച്ച് ആളുകൾ വന്നു നോക്കി അവരുടെ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അധികം താമസിക്കാതെ പറയാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചെയ്താണ്. അപ്പോൾ അത് ഈ കേരള ബാങ്കിൻ്റെ ഒരു വക്കീലുണ്ടായിരുന്നു ഇടങ്ങട്ടത് ജോയ് സാറ്. ഈ ജോയ് സാറിനെ പോയി കണ്ടിട്ട് സാറേ ഇതാണ് സാഹചര്യം, കുറച്ച് നീട്ടിത്തരാമോ എന്ന് ഞാൻ ചോദിക്കാൻ പോയത്. ഞങ്ങളെല്ലാം കുടുംബസമേതമാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് സാറ് പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പേടിക്കേണ്ട, കുറച്ചുകൂടെ സമയം ഞാൻ തരാം, സാറെന്നാ ഒന്ന് മാനേജറോട് ഒന്ന് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. സംസാരിച്ചപ്പോൾ ലൗഡ് സ്പീക്കറിലിട്ടാണ് സാറിനെ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഈ മാനേജർ പറഞ്ഞത് ഒരു നീട്ടിക്കൊടുക്കുകയും നടക്കുകയില്ല, ഈ പ്രാവശ്യം ജപ്തി ചെയ്യുക തന്നെ ചെയ്യും. അതിന് മുമ്പായിട്ട് അയാൾക്കൊരു മേലാത്ത ഒരു കൊച്ചുണ്ട്, അതിനെ ഞാൻ കൊണ്ടുപോയി അനാഥാലയത്തിലോട്ട് കൊണ്ടിടും, അത് അമ്മേനെ കൊണ്ട് ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ട് തള്ളുമെന്ന് പറഞ്ഞു. ഇതേസമയം നിർധന കുടുംബത്തെ ഇറക്കി വിടുവാൻ അനുവദിക്കില്ലെന്ന വാർഡ് മെമ്പർ നടരാജപിള്ള പറഞ്ഞു. ഈ കേസിൽ സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തോവാളപ്പടി ഭാഗത്ത് ഈ സാബു എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയും ഒരു ഇളയ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചും 93 വയസ്സ് പ്രായമുള്ള അമ്മയും ഭാര്യയും അടങ്ങുന്നതാണ് അവരുടെ കുടുംബം. ഈ 4 പേരുടെ ഈ കുടുംബത്തിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത അംഗൻവാടി ടീച്ചർ എന്നെ രാത്രി വിളിക്കുകയും ഇതേപോലെ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്, എത്രയും പെട്ടെന്ന് മെമ്പർ ഇവിടെ വരണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ രാത്രി ഒരു 8:30 ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും വന്നപ്പോൾ ഈ അദ്ദേഹം ഒരു മാനസിക നില തെറ്റിയ ഒരു രീതിയിലാണ് പ്രവർത്തനങ്ങൾ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നിയില്ല. ഇവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം 7 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ളതെന്നും ഏതാണ്ട് 34 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കണം. സാബുവും 93 വയസ്സുള്ള അമ്മയും ഭിന്നശേഷിക്കാരനായ ഒരു മകനും 7 വയസ്സുകാരി മകളും ഭാര്യ ജ്യോതിമോളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. അധികൃതരുടെ കനിവ് കാത്താണ് ഈ കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഇതിനോടൊപ്പം തങ്ങളുടെ ബാധ്യത തീർക്കുന്നതിനായി ആരെങ്കിലും ഭൂമി വാങ്ങുവാൻ എത്തുമോ എന്ന പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. യന്ത്രസഹായത്താൽ നോട്ട് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാഴത്തോപ്പിൽ നിന്ന് 7 ലക്ഷം രൂപ തട്ടിയ കേസിൽ 2ാം പ്രതിയെയും തട്ടിപ്പിന് ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് വിരുദ്ധനഗർ മല്ലിയുള്ളൂർപ്പെട്ടി അയ്യനാറിനെയാണ് ഇയാളുടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 1ാം പ്രതി മുരുകൻ ഒളിവിലാണ്. അയ്യനാരാണ് തട്ടിപ്പിനുള്ള നോട്ടുകെട്ടുകളും മറ്റ് സംവിധാനങ്ങളും ക്രമീകരിക്കുന്നത്. പ്രതികൾ ഇത്തരത്തിൽ സ്ഥിരമായി തട്ടിപ്പ് നടത്തുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. അയ്യനാരുടെ പേരിൽ നിലവിൽ 18 തട്ടിപ്പ് കേസുകൾ വേറെയുമുണ്ട്. ഇവരുടെ കേസുകൾ വാദിക്കുന്നതിന് സ്ഥിരം വക്കീലും ഇടപാടുകാരുമുണ്ട്. അയ്യനാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നപ്പോൾ തന്നെ വക്കീലും ഇയാളുടെ മക്കളും മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്ന് ഇടുക്കിയിലെത്തി. 3ാം പ്രതി സിറാജുദ്ദീൻ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. 1ാം പ്രതി മുരുകൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഫെബ്രുവരി 17 മണിയാറൻകുടി ഭാഗത്ത് വെച്ച് ഉണ്ടായ ഒരു നോട്ട് തട്ടിപ്പ് കേസിലേക്ക് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തമിഴ്നാട്ടിലെ വിരുദ്ധനഗറിൽ നിന്ന് 2ാം പ്രതിയായിട്ടുള്ള അയ്യനാർ എന്ന് പറഞ്ഞ ആളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അയാളെ ഇന്ന് നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഈ തട്ടിപ്പ് കേസ് നടന്നിട്ട് നമ്മൾ ആദ്യ അന്വേഷണം നടത്തിയതിൽ നിന്ന് 3ാം പ്രതിയെ നമ്മൾ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇങ്ങനെ 3ാമത്തെ പ്രതിയെക്കുറിച്ചുള്ള വിവരം നമുക്ക് ഈ 2ാം പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. 1ാം പ്രതിയുടെ ഫോട്ടോ
നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം പ്രതിയെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ഐഡിയയും ശരിക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മൂന്നാം പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലും പല സ്ഥലങ്ങളിലുള്ള വീഡിയോയും മറ്റുമൊക്കെ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടാം പ്രതിയുടെ കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടിയത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഇവർക്ക് നിയമസഹായം ലഭിക്കുന്നതിന് സ്ഥിരം വക്കീൽമാരെ നിയമിച്ചിട്ടുണ്ട്. അയ്യനാരും മുരുകനും ചേർന്നാണ് പണം തട്ടിയത്. സിറാജുദ്ദീൻ ഇവരെ രക്ഷപ്പെടാൻ സഹായിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ സഹായിച്ച കാർ തിരുവനന്തപുരം സ്വദേശിയുടേതാണ്. റെന്റേ കാർ വ്യവസ്ഥയിലെടുത്തതാണ് കാർ എറണാകുളത്ത് നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. അയ്യനാരുടെ ഫോൺ നമ്പറും ഫോട്ടോയിൽ ലഭ്യമല്ലായിരുന്നു. ഇവർ താമസിച്ചിരുന്ന ലോഡ്ജിലെ CCTV ക്യാമറയിൽ നിന്നാണ് അയ്യനാരുടെ ഫോട്ടോ ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിൽ 2 ദിവസം പോലീസ് തമിഴ്നാട്ടിൽ താമസിച്ചാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SHO സന്തോഷ് സജീവന്റെ നേതൃത്വത്തിൽ ഉള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ മാസം ഇവർ പാലക്കാട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് പെരുന്തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ടം ഏരിയ സമ്മേളനം നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡ്ഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.